പ്രിയ സ്നേഹിതരെ, അബ്രഹാമിനും സാറായിക്കും 25 വർഷം കാത്തിരുന്ന് അവിടെ വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞാണ് ഇസഹാക്ക്. ആ മകനെയാണ് ബലിയർപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചത്. ആ കൽപ്പനയെ ശിരസാവഹിച്ച് ഇന്ന് ജെറുസലേം എന്നറിയപ്പെടുന്ന മോറിയായിലൊരു മലയിലേക്ക് കഴുതയും വേലക്കാരും കത്തിയും തീയും വിറകും പിന്നെ മകനുമായിട്ട് പോകുന്ന അബ്രഹാത്തിൻ്റെ ദയനീയ ചിത്രമുണ്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. ആ വഴിയാത്രയിൽ മനസ്സ് ദീപ്തമാക്കുന്നൊരു ചോദ്യം ഇസഹാക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുദാത്തമൊരു ഉത്തരവും അബ്രഹാത്തിൻ്റെതായിട്ടുണ്ട്. മകൻ ചോദിക്കുന്നത്, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? വെർ ഈസ് ദ ലാം ഫോർ ദ ബേൺഡ് ഓഫറിംഗ്? അബ്രഹാം വേദന മറച്ചു വെച്ച് പറഞ്ഞത് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന. ഗോഡ് ഹിംസെൽഫ് വിൽ പ്രൊവൈഡ് ദി ലാം. ഇസഹാക്കിൻ്റെ മാത്രം ചോദ്യമല്ലത്. പാപത്തിൽ നിന്നും മുക്തി കിട്ടുവാൻ മോഹിക്കുന്ന ഓരോ മാനവഹൃദയത്തിനുള്ളിലെ വിങ്ങലാണ് ആ ചോദ്യം. അബ്രഹാത്തിൻ്റെ മാത്രം ഉത്തരവുമല്ലത്. സമസ്ത ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കരുതി വെച്ച രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരുന്നത്. മുൾച്ചെടികളിൽ കൊമ്പിടുക്കി കിടന്ന ഒരു മുട്ടാടിനെയാണ് ഇസഹാക്കിന് പകരം ദഹനബലി അർപ്പിക്കുവാൻ ദൈവം കരുതി വെച്ചതെന്ന് ആശ്വസിച്ച് ബൈബിൾ അടക്കുവാൻ വരട്ടെ. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കരുതി വെച്ച കുഞ്ഞാട് മുൾച്ചെടിയിലല്ല, മരക്കുരിച്ച് തൂക്കപ്പെട്ട് കിടന്ന തൻ്റെ ഏകജാതന ക്രിസ്തുവാണ് തിരിച്ചറിവിലേക്കാണ് നാം എത്തേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹത്തെപ്പറ്റി ഒരു മനുഷ്യന് എന്തു ചെയ്യാനാകുമെന്ന് നാം കണ്ടത് അബ്രഹാത്തിൻ്റെ പുത്രബലിക്കുള്ള സന്നദ്ധയിലാണ്. എന്നാൽ മനുഷ്യനുള്ള സ്നേഹത്തെപ്പറ്റി ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം കാണുന്നത് കാൽവരിയിലാണ്. അബ്രഹാത്തോട് മകനെ ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ ദൈവം. അതൊരു പരീക്ഷണമായിരുന്നുവെന്നും ഒടുവിൽ മകനെ തിരികെ കൊടുത്തുവെന്നും നമുക്കറിയാം. എന്നാൽ അങ്ങനെയല്ല ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചത്. ദൈവം തൻ്റെ ഏകജാതനെ കാൽവരി ബലിയർപ്പിക്കുക തന്നെ ചെയ്തു. ഇസഹാക്ക് ചുമന്നത് വിറകാണ്, ക്രിസ്തു ചുമരിൽ വഹിച്ചത് മരക്കുരിശ. ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിൻ്റെ മുകളിൽ കിടത്തി ക്രിസ്തുവിനെ ആണികൾ കൊണ്ട് തറച്ച് മരക്കുരിശിൽ തൂക്കി. മകനെ വധിക്കുവാൻ അബ്രഹാം കത്തിയോങ്ങിയപ്പോൾ തടയുവാൻ ആകാശത്തു നിന്നും ഒരു ദൂതൻ കടന്നു വന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രാണൻ്റെ മേൽ മരണത്തിൻ്റെ വാൾ നിബന്ധിച്ചപ്പോൾ തടയാൻ ഒരു ദൂതനും കടന്നു വന്നില്ല. ഇസഹാക്കിന് പകരം മുൾച്ചെടിയിൽ കൊമ്പടുക്കി കിടന്ന ഒരു മുട്ടാടിനെ ദൈവം കരുതി വെച്ചു. എന്നാൽ ക്രിസ്തുവിന് പകരമായി കാൽവരിയിൽ ഒരു കുഞ്ഞാടിനെയും ആരും കരുതി വച്ചില്ല. അവൻ മരിക്കണമെന്നത് ദൈവത്തിൻ്റെ നിശ്ചയം തന്നെയായിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ അർപ്പിച്ച ത്യാഗത്തെ ഓർത്ത് ധ്യാനിച്ച് ജീവിതത്തെ കുറെ കൂടി ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ആമേൻ.